ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ 5 മാസത്തിനുള്ളിൽ സമഗ്രമായി പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിയിൽ 100-ദിന കർമ്മ പരിപാടിയിൽ വിഷയം ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി 150 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിനിറങ്ങാനാണ് തീരുമാനമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരമായി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുക, വികസനം സാധ്യമാക്കുക, ജനങ്ങളുടെയും സർക്കാരിന്റെയും വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിന്റെ മുന്നിൽ വെച്ചത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഭരണമേറ്റെടുത്ത പുതിയ സർക്കാരിൽ പ്രതീക്ഷയാണുള്ളത്. ജില്ലയിൽ വികസന സ്വപ്നങ്ങൾ തകർത്ത മുൻ സർക്കാരിന്റെ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം സർക്കാർ പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വാഗ്ദാനം പാലിക്കാൻ ചോദിച്ചിരിക്കുന്ന 150 ദിവസമാണ്. ഈ ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമി വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും അടുത്ത് ഒരു 100-ദിന കർമ്മ പരിപാടിയിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തണം എന്നും ഞങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 100 ദിവസം കൊണ്ട് ഇത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു 5 മാസ കാലാവധി, ഒരു 150 ദിവസത്തെ കാലാവധി അനുവദിച്ചാൽ അതിനകം ഉറപ്പായും പരിഹരിക്കപ്പെടുമെന്നാണ് മുഖ്യമന്ത്രി ഞങ്ങളോട് ആ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. 150 ദിവസത്തിനകം ഈ ജില്ലയിലെ ഭൂമി വിഷയം സമഗ്രമായി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിർമ്മാണ നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പിൻവലിച്ച് ജില്ലയിലെ പട്ടയങ്ങൾക്ക് മറ്റ് ജില്ലകളിലുള്ള പട്ടയങ്ങളുടെ അതേ അവകാശാധികാരങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ 150 ദിവസം കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകും എന്നും ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 1964-ലെയും 93-ലെയും ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ നിർമ്മാണങ്ങൾ നടത്താനാകാത്തത് വികസന രംഗത്തെ വൻതോതിൽ പിന്നോട്ടടിച്ചിരിക്കുകയാണ്. ജില്ലയിലെ ജനങ്ങളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുകയും പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് ഈ സർക്കാർ. ഭൂമി കൈയേറ്റം ലക്ഷ്യം വെച്ചാണ് സർക്കാർ നീങ്ങുന്നതെന്ന ആരോപണവുമായി പരിസ്ഥിതി തീവ്രവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. 1964 പട്ടയ നിയമം അനുസരിച്ച് 60-ലെ പട്ടയ നിയമം അനുസരിച്ച് 64-ലെ ചട്ടങ്ങൾ അനുസരിച്ച് സംസ്ഥാനം മുഴുവൻ യാതൊരുവിധ നിർമ്മാണങ്ങളും ആ മേഖലയിൽ നടക്കാതെ പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് അവസാന കാലത്താണ് ഇത് നിയമനിർമ്മാണം വഴി പരിഹരിക്കാമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ളതെല്ലാം ക്രമവൽക്കരിക്കാമെന്നും പിന്നീടുള്ള നിർമ്മാണങ്ങൾക്ക് വേണ്ടി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാമെന്നും ചട്ടങ്ങൾ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതെല്ലാം വളരെ സങ്കീർണമായ നിലയിലേക്ക് പോകുന്നത് ഒരു തരത്തിലും അത് നിയമത്തിലൊന്നുമില്ലാത്ത കാര്യമാണ്. 1960-ലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പട്ടയ നിയമം നമുക്കുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി, നജീബ് ഇല്ലത്തുപറമ്പിൽ, PM ബേബി, ഡയസ് ജോസ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.